ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അച്ഛൻകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതായി രണ്ടാനമ്മ. കൊല്ലം കടയ്ക്കലിൽ തേങ്ങയിടാൻ വന്നയാൾ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു. മലപ്പുറത്തെ സർക്കാർ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ അധ്യാപകൻ അറസ്റ്റിലായി. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് 14 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ. പട്ടാമ്പി ബസ് സ്റ്റേഷനിൽ വെച്ച് 17 വയസ്സുകാരൻ നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ 52കാരൻ അറസ്റ്റ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പാക്കേണ്ടവരാണ് കുട്ടികൾ. എങ്കിൽ പോലും ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികൾ വളരെയധികം പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. ഇതിനെതിരെ കുട്ടികളെ സംരക്ഷിക്കുവാൻ ഇന്ത്യ കൊണ്ടുവന്ന നിയമമാണ് പോക്സോ നിയമം. കുട്ടികൾ സുരക്ഷിതമായി വളരാൻ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഡോക്യുമെന്റിൽ പോക്സോ എന്നാൽ എന്ത്, അവയുടെ നിയമങ്ങൾ എന്തെല്ലാമാണ്, കുടുംബം, സമൂഹം, സ്കൂൾ എന്നിവയുടെ പങ്ക് എത്രത്തോളമാണ് എന്ന് വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. എന്താണ് പോക്സോ ആക്ട്? എന്തിനു വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്? പോക്സോ മീൻസ് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് അഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, അത് വെദർ ഹി ഓർ ഷീ, പെൺകുഞ്ഞാവട്ടെ ആൺകുഞ്ഞാവട്ടെ, അവർക്ക് സെക്ഷലി അസോൾട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അവർ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും ലൈംഗിക ചൂഷണത അതിൽ നിന്നുമൊക്കെ രക്ഷിക്കാനും തക്കതായ ശിക്ഷ കൊടുക്കാനുമാണ് ഈ പോക്സോ ആക്ട് ഇപ്പോൾ നിലവിലുള്ളത്. പോക്സോ അനുസരിച്ചുള്ള ക്രൈം അല്ലെങ്കിൽ ഒഫൻസ് എന്തൊക്കെയാണ്? മേജർലി 4 ക്രൈംസ് ആണ് ഉള്ളത്. ഇത് സെക്ഷൻ 3ലാണ് വരുന്നത്. ഇതൊരു സ്പെസിഫിക് ലോ ആണ്, ബിക്കോസ് ദ വിക്ടിം ഈസ് എ ചൈൽഡ്. അവിടെ 4 മേജർ ക്രൈംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, പിന്നെ സെക്ഷൽ അസോൾട്ട്, പിന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ്, പിന്നെ പോണോഗ്രാഫിക് ഒഫൻസ്. അതായത് പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഏതെങ്കിലും ഒരു ഓർഗനെ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിലേക്ക് നയിക്കുന്ന രീതിയിൽ അസോൾട്ട് ചെയ്യുക. ഈ സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ അസോൾട്ട് വിത്തൗട്ട് പെനട്രേഷൻ, അതാണ് സെക്കൻഡ് ക്രൈം. തേർഡ് ക്രൈം എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ്. അതായത് കുട്ടികൾ സ്കൂളിലേക്കോ അല്ലെങ്കിൽ അവർ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന ആ ഒരു വഴിയോ അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ അവരെ കമൻറ്റ് ചെയ്യുക, അനാവശ്യ വർത്തമാനങ്ങൾ, സെക്ഷലായിട്ടുള്ള അനാവശ്യ വർത്തമാനങ്ങൾ പറയുക, അതിൽ അവരെ ഉൾപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ മേജർ 4 ക്രൈംസ്. അല്ലെങ്കിൽ ഈ പോണോഗ്രാഫിക് 4th ക്രൈമാണ് പോണോഗ്രാഫിക്. അതായത് അവരെ വീഡിയോസ് കാണിക്കുക, അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പെരുമാറുക അവരോട്, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ മോശം ഐഡിയാസ് അവരുടെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കുക, സെക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്, അതൊക്കെയാണ് ക്രൈംസ്, മേജർ 4 ക്രൈംസ്. പോക്സോ കേസിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കേസിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട്, അതിൻ്റെ റിയാലിറ്റി, അതായിരിക്കും കോടതി ഫസ്റ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതൊരു വാലിഡ് ആണെങ്കിൽ പിന്നീട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കുറ്റാന്വേഷണ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. എല്ലാം കൂടി ഒരു 90 days ആയിരിക്കും പിടിക്കുന്നത്. പിന്നെ വിക്ടിമിന് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്യുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കും. ഒരു 1 yearനുള്ളിൽ തന്നെ അതിൻ്റെ വിധിയും വരും. ഇതിൻ്റെ ശിക്ഷയും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു 10 years ആയിരുന്നു, പക്ഷെ ഇപ്പോൾ 2019 അമെൻമെൻറ്റ് അനുസരിച്ച് 20 years, മിനിമം 20 years ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതേ പ്രതി തന്നെ ഒരു 10 years ആണ് ഇംപ്രിസൺമെന്റ് എങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ സെക്ഷൽ ചെയ്യുന്ന ഒരു മാനസിക രോഗം തന്നെയാണ്. സെയിം ഒഫൻസ് വീണ്ടും ചെയ്യാനുള്ള പ്രവണത ഉണ്ട്. അതുകൊണ്ടാണ് 20 years മിനിമം ഇംപ്രിസൺമെന്റ് കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഉപയോഗിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിലൂടെ തന്നെ സൈബർ ആക്രമണങ്ങൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം ഈ സൈബർ ആക്രമണം തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മെഷേഴ്സോ കാര്യങ്ങളോ ഇതിലുണ്ടോ? ഇതിപ്പോൾ ചോദിച്ചത് സൈബർ ക്രൈംസ് അണ്ടർ പോക്സോ ആക്ട് ആണ്. സൈബർ ക്രൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ കണ്ടില്ല വീഡിയോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുട്ടികളോടൊക്കെ, പബ്ലിക് റിയാക്ഷൻ വീഡിയോസ്. അപ്പോൾ ആ വീഡിയോസിൽ ആ ചോദിക്കുന്ന ചോദ്യത്തിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കാണുന്ന ലേമാന് വരെ നമുക്ക് പോക്സോ ആക്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അത് സൈബർ ക്രൈം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ സെൽഫി എടുക്കുമ്പോൾ, കുട്ടികളായിട്ട് നമ്മൾ സെൽഫി എടുക്കുമ്പോഴും അവരുടെ ഫേസ്, അവരുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് എടുത്ത് മോർഫ് ചെയ്യുക, അങ്ങനത്തെ അത്തരം പ്രവണത. പിന്നീട് സൗഹൃദ സെൽഫികൾ എല്ലാവരും നമ്മൾ എടുക്കും ഫ്രണ്ട്സ് ആയിട്ട്. പക്ഷെ അങ്ങനെ സൗഹൃദ സെൽഫി എടുക്കുമ്പോൾ ആ കൂടെ നിൽക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ അറിഞ്ഞിട്ട് വേണം ഫോട്ടോ അവരായിട്ട് എടുക്കാൻ. അല്ലെങ്കിൽ അവർ ആ ഫോട്ടോയും ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കണം.
കേസ് കൊടുക്കാൻ എടുക്കുന്ന കാലതാമസം ക്രൈറ്റീരിയ ആണോ? അതായത് ഇപ്പോൾ ഒരു 13 വയസ്സ് പ്രായമുണ്ടായിരുന്നു കുട്ടിക്ക്, ആ ടൈമിലായിരിക്കും ആ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രായത്തിന്റെ ഭയമോ അല്ലെങ്കിൽ അതെങ്ങനെ പുറത്ത് പറയുമെന്നുള്ള ഒരു ആൻസൈറ്റിയോ കാരണം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കുട്ടി കുറച്ച് മുതിർന്ന് ഒരു 50-60 ആ ഒരു ഏജിലേക്ക് എത്തി കഴിയുമ്പോൾ അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കാലതാമസം ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അതായത് കേസ് കൊടുക്കാനുള്ള ഒരു കാലതാമസം ഒരു ക്രൈറ്റീരിയ അല്ല, നോ. ബട്ട് ദ ഡിലേ മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ആൻഡ് ഇറ്റ് ഈസ് അപ് ടു ദ കോർട്ട് വെദർ ടു ഡിസൈഡ് ദിസ് എക്സ്പ്ലാനേഷൻ ഈസ് സാറ്റിസ്ഫാക്ടറി ഓർ നോട്ട്. ഇപ്പോൾ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ത്രൂ കുട്ടികളുടെ ഫോൺ വീഡിയോസ് അല്ലെങ്കിൽ മോശമായ വീഡിയോസ് കാണുന്നവരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇനി അത് ഈ പോക്സോ ആക്ടിന്റെ അണ്ടറിൽ വരുമോ? അതായത് കുട്ടികളെ സെക്ഷലി ഹരാസ് ചെയ്യുന്നത് തന്നെ ഒരു രോഗം തന്നെയാണത്. അപ്പോൾ അവരൊക്കെ ഈ ചിലവർ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ നമുക്കിങ്ങനെ സെക്ഷലി ഫോൺ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ട്. അവർക്കെതിരെ ചെയ്യാനുള്ള പ്രൊഹിബിഷൻ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പോലീസുകാർക്ക് ഒരു ആപ്പ് ഉണ്ട്. അതായത് ഈ സെക്ഷലി ഫോൺ വീഡിയോസ് കാണുന്നവരെ ആ ആപ്പ് അവരെവിടെ നിന്നാണ് കാണുന്നത് അത് അവർ മനസ്സിലാക്കി, അത് രാത്രി ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ എപ്പോഴാണെങ്കിലും അത് ആ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ആ വെന്യൂ ഐഡന്റിഫൈ ചെയ്ത് ഈ ആപ്പ് വഴി പോലീസുകാർക്ക് ഉടനെ തന്നെ വീട്ടിൽ കയറി അവരെ അറസ്റ്റ് ചെയ്യാം. ഇതൊക്കെ വരുന്നത് സൈബർ ക്രൈംസാണ്. പോക്സോയുടെ സൈബർ ക്രൈംസിന്റെ കീഴിലാണ് ഇതും വരുന്നത്. കുട്ടികളുടെ സ്വകാര്യത കോടതി എങ്ങനെയാണ് പബ്ലിക്കിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത്? അതായത് ഇത് ഫുൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. അതായത് നമ്മളൊരു അക്യൂസിനെ കണ്ടെത്തി ആ പ്രതി ഒരാൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പോലീസ് വരുന്നത് കളർ ഡ്രസ്സിലാണ്. അവർ യൂണിഫോം പോലും അവരിടില്ല, അവർ ജീപ്പിലല്ലായിരിക്കും വരുന്നത്. എന്നിട്ട് കുട്ടിയെ കംഫേർട്ട് ആക്കിയിട്ടേ കോടതിയിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇനി കോടതിയിൽ എത്തിയാലും കംപ്ലീറ്റ്ലി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. കുട്ടിയും അക്യൂസ്ഡും തമ്മിൽ കാണുന്നില്ല. ഒരു ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. അതായത് കുട്ടിയും അക്യൂസ്ഡും കണ്ട് കുട്ടി തിരിച്ചറിയണം ആളിനെ. ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രോസിക്യൂട്ടറും ജഡ്ജി അക്യൂസ്ഡിന്റെ ലോയറും മാത്രമേ ആ കോടതിയിൽ ഉണ്ടാവുള്ളൂ. പബ്ലിക്കിന് ആ കോടതിയിലുള്ളിൽ കയറാൻ പാടില്ല. എല്ലാവരും പുറത്തേക്ക് ആക്കും. കംപ്ലീറ്റ്ലി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. കുട്ടി ഫുൾ സേഫ് ആയിരിക്കും. ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്നുള്ളത് പബ്ലിക് ഒരിക്കലും അറിയില്ല, ആരും തന്നെ അറിയില്ല. അതുകൊണ്ട് കുട്ടികൾ ഇതിലൊന്നും തന്നെ പേടിക്കാനില്ല. ഇങ്ങനെ എന്തെങ്കിലും മാനസിക വിഷമതയുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ലൈംഗിക ചൂഷണം നേരിട്ടു എന്നറിഞ്ഞാൽ തന്നെ കുട്ടികൾ നിങ്ങളെ അധ്യാപകരെയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെയോ അവരുടെ പേരൻസിനെയോ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഈ പേരൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈംഗിക ചൂഷണം ചെയ്യുന്നത് ഒരുപക്ഷെ അവരുടെ അങ്കിളായിരിക്കാം, കസിൻസ് ആയിരിക്കാം. അപ്പം മിക്ക പേരൻസും ഇത് ഹൈഡ് ചെയ്യും. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് അതാണ്. ഇത് കംപ്ലീറ്റ്ലി ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ആരും തന്നെ അറിയില്ല. ആ പ്രതിയും നമ്മൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രതിനെ ഒരിക്കലും ഹൈഡ് ചെയ്യരുത്. ഹൈഡ് ചെയ്താലുള്ള പ്രശ്നം നിങ്ങളുടെ കുട്ടിയെ അയാൾ ചൂഷണം ചെയ്ത് കഴിഞ്ഞ് അയാൾ ഒരുപക്ഷെ വേറൊരു കുട്ടിയിലേക്കും അതേ ചൂഷണം കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇത് എന്തായാലും കോടതിയിൽ അറിയിക്കേണ്ട ഒരു കേസ് തന്നെയാണ്. പോക്സോ സംബന്ധമായ വിഷയങ്ങൾ അധ്യാപകർ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതായത് അധ്യാപകർ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഇവരോട് കുട്ടികൾ വന്ന് ഇങ്ങനെ ഒരു കാര്യം, ഞാനിങ്ങനെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെ ബസ്സിലൊക്കെ ഇവരെ ബാഡ് കമൻസ് പറയുന്നു, അപ്പോൾ എനിക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ഇവിടെ ലഭിക്കുന്നില്ല, വീട്ടിൽ ലഭിക്കുന്നില്ല, എൻ്റെ അങ്കിളും എല്ലാവരും കാരണം എന്നെ സെക്സായിട്ട് ബന്ധപ്പെട്ട കമൻസ് പറയുന്നു എന്നൊക്കെ കുട്ടികളിൽ നിന്നും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ തന്നെ പറ്റില്ല. കാരണം നല്ലൊരു ഗുഡ് എൻവയോൺമെൻറ്റ് മേക്ക് എ ഗുഡ് ചൈൽഡ് എന്നാണ്. അപ്പോൾ ഇവർ ഈ പുസ്തകം തുറക്കുമ്പോഴത്തേക്കും ഇവർ ഇതൊക്കെയായിരിക്കും ഇവിടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുക. ഈ ഒരു സംഭവം അറിഞ്ഞു എന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഉടനെ റിപ്പോർട്ട് ചെയ്യുക. ഇനി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് അവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഒന്നും വേണമെങ്കിൽ നിങ്ങൾ സ്കൂൾ അതോറിറ്റീസിനോട് റിപ്പോർട്ട് ചെയ്താലും മതി. അത് നിങ്ങൾ മറിച്ച് ഒരിക്കലും വയ്ക്കരുത്. മറിച്ച് വെച്ചാൽ നിങ്ങൾ ഹൈഡ് ചെയ്ത അതും ഒരു കുറ്റം തന്നെയാണ്. അബറ്റിംഗ് എന്നാണ് ആ കുറ്റത്തിനെ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കുക. ഫിസിക്കലി ആൻഡ് മെന്റലി ധൈര്യം പകർന്നു കൊടുക്കുക. ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് എന്ന് കുട്ടികളിൽ എല്ലാ കുട്ടികൾക്കും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മിക്ക കുട്ടികൾക്കും അറിയില്ല ഗുഡ് ടച്ച് എവിടെയാണ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തൊടുമ്പോൾ ഏതാണ് ഗുഡ് ടച്ച്, എവിടെയൊക്കെ തൊടണം, എവിടെ സ്പർശിക്കരുത്, നോ എവിടെ പറയണം. നമുക്ക് അറിയാത്ത ഒരാളെ എവിടെയും സ്പർശിക്കാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. സ്ട്രേഞ്ചേഴ്സിന് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തും സ്പർശിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. നമ്മളുടെ അങ്കിളാവട്ടെ, നമ്മളുടെ അച്ഛനാവട്ടെ, അമ്മയായിക്കോട്ടെ,
കുട്ടികളെ സ്പർശിക്കണം എന്നുണ്ടെങ്കിൽ അതിനും വേണം ഓരോരോ ബാഡ് ടച്ചും ഗുഡ് ടച്ചും. ഇത് കുട്ടികൾ പറഞ്ഞു കൊടുക്കുകയും നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നുള്ള ആർജവം അവർക്ക് നിങ്ങൾ കൊടുക്കണം. അതിനുള്ള ധൈര്യം നിങ്ങൾ പകർന്നു കൊടുക്കണം. പോക്സോ എന്നാൽ എന്താണെന്നും അതിന്റെ കീഴിൽ വരുന്ന ക്രൈമുകൾ അതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ സൈബർ ക്രൈമുകൾ ഇന്നത്തെ കാലത്ത് വളരെയധികം കൂടുതലായി കണ്ടുവരുന്നതാണ്, അതെന്താണെന്നും അതിന്റെ നിയമ നടപടികൾ, അതുപോലെ ഒരു അധ്യാപക എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ സ്വീകാര്യതകൾ, അതായത് കുട്ടികളിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നും വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. കുട്ടികളെ കേൾക്കുക, വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ കടമ. സുരക്ഷിതമായ കുട്ടികളാണ് സുരക്ഷിതമായ നാളെയുടെ അടിസ്ഥാനം. പോക്സോ നിയമം എന്താണ്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ വിശദീകരണം തന്ന അഡ്വക്കേറ്റ് അശ്വതി സുനിലിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.